ഗൈസ് അപ്പോൾ നമ്മുടെ ഗപ്പി ഫിഷ് ടാങ്ക് എല്ലാം സെറ്റാക്കി ഗൈസ്. നമ്മുടെ ആ ഒരു റിങ് പൊട്ടി പിറ്റേ ദിവസം നമ്മളിവിടെ മണ്ണൊക്കെ ഇറക്കി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ റിങ് ഇരുന്നത്. നമ്മളത് ഇതുപോലെ ഇതൊക്കെ പൊട്ടിപ്പോയ റിങ്ങാണ് ഗൈസ്. ആ കിടക്കുന്നത് പിന്നെ അവിടെ എല്ലാം കിടക്കുന്നതെല്ലാം പൊട്ടിപ്പോയ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കലാപരിപാടി കാണിച്ച റിങ്ങൊക്കെയാണ് അവിടെ എല്ലാം കിടക്കുന്നത്. പൊട്ടിയതൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് ഞാൻ പൊട്ടിച്ച റിങ് നമ്മൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും വിട്ടില്ല ഗൈസ്. നമ്മൾ നൈസായിട്ട് കണ്ടേ കെട്ടിയിട്ടുണ്ട്, നൈസായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. പൊട്ടിയിരിക്കുക, റിങ്ങ് പൊട്ടിയിരിക്കുക. നമുക്ക് ജസ്റ്റ് പടുത വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മീനെ വളർത്തുന്നതിന് ഒരു കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് സെറ്റാക്കിയതേ ഉള്ളൂ. ഇതിൻ്റെ അടിയിൽ തുണിയെല്ലാം ഒരു പായ ഉണ്ടായിരുന്നു. പായോടെ വിരിച്ചിട്ട് പടുത അങ്ങോട്ട് ഇറക്കിയിട്ട് നമ്മുടെ ഈ ഒരു ടാങ്കിൽ നിന്ന് ഇതിനകത്ത് മീനൊന്നുമില്ല. പുലിവാഹനെ മേടിച്ചിടാനായിട്ട് സെറ്റാക്കിയ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുളമാണ് പുലിവാഹന മേടിച്ചിടാനായിട്ട്. വാഹേനെ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ മേടിച്ചിടണം. അപ്പോൾ അങ്ങനെ സെറ്റാക്കിയതാണ്. നമ്മൾ ഈ കുളത്തിനകത്ത് ഇവിടെ ഇതിരുന്നപ്പം നമ്മൾ ഇതിനകത്ത് ഇട്ട മീൻ കാണിച്ചു തരാം. അത് നമ്മളിവിടാണ് വെച്ചിരിക്കുന്നത്. ഒരു സെറ്റപ്പാണ്. ടോയ്ലറ്റാണ്, അത് വേറെ കാര്യം. ഇത് ഇതിനകത്താണ് സാമി. ഈ ഒരു വൈറ്റ് കളർ ഫിഷാണ്. പിന്നെ അതിൻ്റെ 2 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇതിനകത്തൊന്നും ഒന്നുമില്ല. അത് ജസ്റ്റ് ഒരു ബക്കറ്റ് മതി. പിന്നെ നമ്മൾ തീറ്റി വേണം. തീറ്റി പഠിത്തേക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് ആ വൈറ്റ് കളർ ഗപ്പീനെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇതിനകത്ത് ആ വൈറ്റ് കളർ ഗപ്പീനെ അല്ലിടുന്നത്. അതിന് പകരമായിട്ട് ഇതാണ് കൊയ്ക്കാർപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് ഇവന്മാരെ നൈസായിട്ട് അതിനകത്ത് ഉണ്ടങ്ങിടാം. അതിനകത്ത് ഏറ്റവും ലുക്ക് കണ്ടത് നമ്മുടെ ഇവനാണ്. ഏറ്റവും കുഞ്ഞത് ഇവനാണ്. ഗ്ലാസ്സിനകത്തിട്ടിട്ട് ഗ്ലാസ്സിനകത്തൊന്നും ഒന്നും അല്ലേ, ഗ്ലാസ്സിനകത്ത് ആദ്യം ഇടാം. യെസ്, ഇച്ചിരി വെള്ളം കൊണ്ട് നിറക്കി. എത്രയും വെള്ളം നിറച്ച ചാടി ഉറപ്പായാലും. ഇതിനകത്തൊക്കെ ചാടിയേ കിട്ടത്തില്ല. പിന്നെ ഇത് ഈ ഒരു 5 കോഴിക്കാർപ്പിനെ പിടിക്കാനാണ് നമ്മൾ ഈ കുളം മെയിനായിട്ടും പറ്റിച്ചത്. പിന്നെ ഇതിനകത്ത് കോഴിക്കാർപ്പിനെ ഇട്ടാൽ വളരും ഗൈസ്. കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കാർപ്പിനുള്ള സ്പേസ് വേണം. നമുക്കാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഇടാം. പക്ഷേ നമ്മൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. നമുക്ക് ഒരു വാഹ വല്ല ഇടണമെങ്കിൽ വാഹയൊക്കെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ ഫീഡ് എടുക്കും. അപ്പോൾ ഇവനെയൊക്കെ അങ്ങ് വെട്ടും. ഇവിടെ ഇവന്മാരെ ആരെയും കിട്ടുന്നില്ലേ? ഒരെണ്ണത്തെ കിട്ടിയായിരുന്നെങ്കിൽ. ഒരു മിനിറ്റ് ഗൈസ്, വെയിറ്റ് കറോ. വെറുതെ കൈവച്ച് പിടിച്ച് കഷ്ടപ്പെടാൻ നോക്കി. ബട്ട് വി ഹാവ് ദിസ് ഐറ്റം, കോരുന്ന സാധനം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ നമ്മുടെ കയ്യിൽ നിന്ന് കോരുന്നതിൻ്റെ ഇടയ്ക്ക് ചാടി കല്ലിലോട്ട് വീണു ഗൈസ്. ഒരാതെ ചത്തില്ല, പക്ഷെ അവൻ്റെ സ്കിന്നിന് എന്തൊക്കെയോ പറ്റി ഗൈസ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചപ്പം ഗൈസ് വായുടെ അവിടെ എന്തൊക്കെയോ ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. നമുക്ക് അതിനെ ഉപ്പ് കല്ലൊക്കെ ഇട്ടൊന്ന്